എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റില് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എയർ ഡ്രോപ്പ് സെക്ഷനിലാണ് പുതിയ അപ്ഡേറ്റ്. ഇവിടെ 4 എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ EBI എക്സ്ചേഞ്ചില് ഗ്യാസ് ഫീസും KYCയും ആവശ്യമില്ല. ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി വാലറ്റ് ഇൻ ടെലിഗ്രാം സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റിലോട്ട് കണക്ട് ആവും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ടെലിഗ്രാം വാലറ്റുമായിട്ട് കണക്ട് ആവും. എന്നിട്ട് റിട്ടേൺ ടു ഹാംസ്റ്റർ കോമ്പാറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗെയിം റീലോഡ് ആവും. റീലോഡായി ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ സ്റ്റാറ്റസ് വാലറ്റ് കണക്ട് ആയിട്ടുണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ സ്റ്റാറ്റസ് കണക്ട് അല്ലെന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് ഈ സ്റ്റെപ്പ് ചെയ്യുക. വാലറ്റ് കണക്ട് ആയിട്ടുള്ളവർ സെറ്റസ് ഡിഫാൾട്ട് വിത്ഡ്രാവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതോടെ എല്ലാം ഡൺ ആണ്. താങ്ക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ ആ സെക്ഷനിൽ ഈ സ്റ്റാറ്റസ് എന്ന് യുവർ ടോക്കൺസ് വിൽ ബി ഡിപ്പോസിറ്റഡ് ടു യുവർ വാലറ്റ് ഇൻ ടെലിഗ്രാം. അതായത് എയർ ഡ്രോപ്പ് വരുമ്പോൾ നമ്മുടെ ടോക്കൺസ് നമ്മുടെ ടെലിഗ്രാം വാലറ്റിൽ ഡിപ്പോസിറ്റ് ആകുമെന്നാണ് അവർ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും ഉയരെയായിട്ട് 3 പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 13 ഓഫ് ചെയിൻ ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ആകുമെന്നും സെപ്റ്റംബർ 21 ഓഫ് ചെയിൻ ഡിപ്പോസിറ്റ് എൻഡ് ആകുമെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെപ്റ്റംബർ 24 വാലറ്റ് ഇൻ ടെലിഗ്രാം കൺഫർമേഷൻ ഓർ ഡിക്ലൈൻ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാലറ്റുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം എയർ ഡ്രോപ്പ് സെക്ഷനിൽ പോകുമ്പോൾ ഈ വാലറ്റ് ഇൻ ടെലിഗ്രാം അവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള മറ്റു വാലറ്റിൽ കണക്ട് ചെയ്യണമെങ്കിൽ റീസെറ്റ് വിത്ഡ്രാവൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീസെറ്റ് ആൻഡ് ചൂസ് അനദർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കണക്ട് ആയിട്ടുള്ള വാലറ്റുമായിട്ട് ഡിസ്കണക്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വാലറ്റാണ് ആവശ്യം അത് സെലക്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്ന ഏത് വാലറ്റുമായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാലറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരിക്കുന്ന അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക.